ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ഡൗട്ട്സ് ആണ് എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുമോ, ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാതെ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം, ഇങ്ങനെയുള്ള ഡൗട്ടുകൾ. ഇത്തരത്തിലുള്ള ഡൗട്ടുകളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം. ഇത് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങളുടെ കാർഡ് ഇഷ്യൂവർ ആണ്. നമുക്ക് പല രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. നിങ്ങളുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പിലോ ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് സൗകര്യത്തിലോ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ചില ബാങ്കിലൊക്കെ അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫിൻടെക് കമ്പനികളുടെ കാർഡാണ് എടുത്തതെങ്കിൽ ആ ഒരു ആപ്പിൽ, അവരുടെ ആ ഒരു മൊബൈൽ ആപ്പിൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഓൺലൈനായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ള നെക്സ്റ്റ് ഓപ്ഷനാണ് കോൾ കസ്റ്റമർ കെയർ. നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കാർഡ് ക്ലോസ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടാം. നിങ്ങളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ ഇല്ലെങ്കിൽ നിങ്ങൾ കാർഡ് എടുത്തത് ഫിൻടെക് കമ്പനിയിൽ നിന്നാണെങ്കിൽ ഫിൻടെക് കമ്പനിയുടെ വെബ്സൈറ്റിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയർ നമ്പർ കിട്ടും. ഒരിക്കലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാതിരിക്കുക. അങ്ങനെ കുറേയധികം പേര് തട്ടിപ്പിൽ പോയി പെടുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റ്, ബാങ്കിൻ്റെ ആണെങ്കിലും ഫിൻടെക് കമ്പനിയുടെ ആണെങ്കിലും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഒരു കോൺടാക്റ്റസ് പേജ് ഉണ്ടാകും. ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പറൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. ഇങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ലാംഗ്വേജ്. നമുക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും ഒട്ടുമിക്ക കസ്റ്റമർ കെയറിലും അവൈലബിൾ ആയുള്ളത്. നമുക്ക് മലയാളത്തിൽ പറഞ്ഞ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് ഇമെയിൽ എന്ന് പറയുന്നത്. നമുക്ക് ഇമെയിൽ അയച്ച് കാർഡ് ക്ലോസ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടാം. നമ്മൾ കാർഡ് എടുക്കുന്ന സമയത്ത് ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്ന് വേണം നമ്മൾ കാർഡ് ക്ലോസിംഗ് റിക്വസ്റ്റ് അയക്കാനായിട്ട്. കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി കിട്ടാനായിട്ട് ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഫിൻടെക് കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കോൺടാക്റ്റസ് പേജ് ഉണ്ടാകും. ആ ഒരു പേജിൽ നമുക്ക് കസ്റ്റമർ കെയർ ഇമെയിൽ ഐ ഡി ഉണ്ടാകും. ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ആ ഒരു രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ നിന്നും കാർഡ് ക്ലോസ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെയിൽ അയക്കാം. അപ്പോൾ ആ ഒരു മെയിൽ വഴി നമുക്ക് കാർഡ് ക്ലോസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷനാണ് വിസിറ്റ് ബ്രാഞ്ച് എന്നുള്ളത്. നിങ്ങളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണോ ആ ഒരു ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നമുക്ക് കാർഡ് ക്ലോസ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിൻടെക് കമ്പനി വഴിയാണ് കാർഡ് എടുത്തതെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിൽ നേരിട്ട് പോയിട്ട് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അവരുടെ ഒരു റൂൾ ഉണ്ടാകും. നമ്മൾ ഏത് ഫിൻടെക് കമ്പനിയുടെ കാർഡാണ് എടുത്തത് ആ ഒരു ഫിൻടെക് കമ്പനിയുടെ കസ്റ്റമർ സപ്പോർട്ട് വഴി മാത്രമേ പലപ്പോഴും നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇത്തരം സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫിൻടെക് കമ്പനിയുടെ മൊബൈൽ ആപ്പിൽ തന്നെ ഒരു പക്ഷേ കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ കസ്റ്റമർ കെയർ സപ്പോർട്ടുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും, ഇൻ ചാറ്റ് ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ചാറ്റ് വഴി നമുക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കേസ് ഒഴികെ നമ്മളുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്ക് ഏതാണോ ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയാലും നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ കോ ബ്രാൻഡഡ് കാർഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ കൂടി ആ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബാങ്ക് ഏതാണോ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് RBL ബജാജ് കാർഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് RBL ബാങ്കിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയാലും കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായി കഴിയും. അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് വിസിറ്റ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായി സാധിക്കും. ഇനി ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ഡ്യൂ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റ് അതേപോലെ ഉണ്ടാവണം, ബാലൻസ് ആയിട്ട്. കുറയാനും പാടില്ല, അതുപോലെ തന്നെ കൂടാനും പാടില്ല. അതുപോലെ നമ്മളുടെ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ട് എന്തെങ്കിലും EMI ഒക്കെ ഉണ്ടെങ്കിൽ EMI ഒക്കെ ക്ലോസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് പോകത്തക്ക രീതിയിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷനൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾ റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ ഇങ്ങനെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉള്ളപ്പോൾ കാർഡ് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്ത് ആ ഒരു റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കാർഡിൽ നിന്നും പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിക്വസ്റ്റ് ക്യാൻസൽ ആക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ കാർഡിൽ എന്തെങ്കിലും റിവാർഡ് പോയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റിഡീം ചെയ്തെടുക്കുക. കാരണം കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. സോ അത് വേസ്റ്റ് ആക്കി കളയേണ്ട. നിങ്ങൾ എന്തെങ്കിലും റിവാർഡ് പോയിന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിഡീം ചെയ്യുക. സോ കാർഡ് ക്ലോസ് ചെയ്യും മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു NOC സർട്ടിഫിക്കറ്റ് കിട്ടും, അല്ലെങ്കിൽ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്
സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയും, അത് കിട്ടും. ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനും മറക്കരുത്. ഇനി ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആദ്യം പറഞ്ഞ രീതിയിൽ കാർഡ് ക്ലോസ് ആയി കഴിയുവാൻ നേരത്ത് നിങ്ങൾക്ക് ഒരു മെയിലോ കാര്യങ്ങളോ ഒക്കെ കസ്റ്റമർ കെയറിൽ നിന്നും വരാം, കാർഡ് ക്ലോസ് ആയെന്ന് പറഞ്ഞുകൊണ്ട്. അതിനോടൊപ്പം നിങ്ങൾക്ക് NOC അല്ലെങ്കിൽ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കാര്യം വാങ്ങി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഡിജിറ്റൽ കോപ്പി ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു ഡിജിറ്റൽ കോപ്പി എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രൈവിൽ അത് ലൈഫിലോ നിങ്ങൾ കീപ്പ് ചെയ്യുക. കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. നിങ്ങൾ കംപ്ലീറ്റ് എമൗണ്ടും നിങ്ങൾ റീപേ ചെയ്തു, ഡ്യൂ ഒന്നുമില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ്. സോ അത് നിങ്ങൾ ലൈഫ് ലോങ് കീപ്പ് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർഡ് ക്ലോസ് ആയെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ, കാർഡ് ക്ലോസ് ആയെന്ന് ഉറപ്പുവരുത്തുകയും വേണം. കാരണം നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു, അവരത് പ്രോസസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതവിടെ പെൻഡിങ് ആയി കിടക്കും, കാർഡ് ക്ലോസ് ആവുകയില്ല. നമ്മൾ ശ്രദ്ധിക്കില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് ബില്ല് ജനറേറ്റ് ആയി അത് ഡ്യൂ ആയി വലിയ എമൗണ്ട് ഒക്കെ ആയിട്ട് മാറുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ബാങ്കിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും സാധിച്ചൊന്നും വരില്ല. സോ കാർഡ് ക്ലോസ് ആയി എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. സോ റിക്വസ്റ്റ് കൊടുത്താൽ മാത്രം പോരാ, കാർഡ് ക്ലോസ് ആയി എന്ന് ഉറപ്പുവരുത്തണം. അതെങ്ങനെ ഉറപ്പുവരുത്താം? അതിനായിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുക. ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആക്റ്റീവ് കാർഡ്സ് അതുപോലെ തന്നെ ക്ലോസ്ഡ് കാർഡ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു ഒരു മാക്സിമം ഒരു 3 മാസം അതിനുള്ളിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാർഡ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടാകും. സോ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കി അങ്ങനെ കാർഡ് ക്ലോസ്ഡ് എന്ന് കാണിച്ചു എന്ന് ഉറപ്പുവരുത്തേക്കുക. അങ്ങനെ നമ്മുടെ കാർഡ് ക്ലോസ് ആയി എന്ന് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ എഫക്റ്റ് ചെയ്യുമോ? ഇത് ഡിപ്പെൻസ് ആണ്. പല ഫാക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നമുക്ക് ഒരിക്കലും സ്കോർ കുറയും ഇല്ലെങ്കിൽ സ്കോറിനെ ബാധിക്കില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇത് ഓരോരുത്തരുടെയും കേസിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ചിലരുടെ കേസിൽ കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ സ്കോർ കുറയാം, ഇല്ലെങ്കിൽ ചിലരുടെ കേസിൽ സ്കോർ കുറയുന്നതിന് പകരം സ്കോർ കൂടുകയായിരിക്കും ചെയ്യുന്നത്. സോ ഇത് ഡിപ്പെൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, അത് മനസ്സിലാക്കിയിരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൻ്റെ ഏജ് ആണ്. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുന്ന നമ്മളുടെ ആദ്യത്തെ ഒരു ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടാണ്, നല്ലൊരു ലോങ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മളുടെ ആ ഒരു ഓൾഡ് ആയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ അത്രയും നാളത്തെ ഒരു ഹിസ്റ്ററിയാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. സോ അത് നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ നല്ല വലിയ ലിമിറ്റുള്ള കാർഡാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് നമ്മുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്രയും ലിമിറ്റ് ഒറ്റയടിക്ക് കുറയുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് മറ്റു കാർഡുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ മറ്റു കാർഡുകളിൽ ലിമിറ്റ് കുറവാണെങ്കിൽ യൂട്ടിലൈസേഷൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ സ്കോറിനെ അത് എഫക്റ്റ് ചെയ്യും. ഇനി ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാതെ എങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യാം? അതിനായിട്ട് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് പോയിട്ട് എല്ലാ കാർഡും ഒരുമിച്ച് ക്ലോസ് ചെയ്യാതിരിക്കുക. ഗ്രാജുവലി ക്രെഡിറ്റ് കാർഡുകൾ ക്ലോസ് ചെയ്യുക. കാരണം നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ കാർഡ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ഒരു കാർഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തൊന്നും വരില്ല. കാരണം നമ്മുടെ കയ്യിൽ ബാലൻസ് കുറേ കാർഡുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ റീപേയ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാതെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്യാം. സോ നിങ്ങളുടെ കയ്യിൽ കുറേയധികം കാർഡുകൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ക്ലോസ് ചെയ്യരുത്, ഗ്രാജുവലി ക്ലോസ് ചെയ്ത് കൊണ്ടുവരിക. ആദ്യം ഒരു കാർഡ് ക്ലോസ് ചെയ്യുക, അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു കാർഡ് ക്ലോസ് ചെയ്യുക. ആ രീതിയിൽ ഗ്രാജുവലി ക്ലോസ് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമ്മളുടെ ആദ്യം എടുത്ത ഓൾഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ട് പറ്റുമെങ്കിൽ കീപ്പ് ചെയ്യുക. കാരണം നമ്മളുടെ അത്രയും നാളത്തെ ഹിസ്റ്ററി നമുക്ക് അവിടെ നിലനിർത്താനായിട്ട് സാധിക്കും. ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു കാർഡ് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പുതിയ കാർഡൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ കുറക്കാനായിട്ട് സാധിക്കുന്നു. കാരണം നമ്മുടെ കയ്യിൽ അത്രയും വലിയൊരു ഹിസ്റ്ററി, അത്രയും വലിയൊരു ഹിസ്റ്ററി നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ക്രെഡിറ്റ് സ്കോറിനെ അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തൊന്നും വരില്ല. പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂട്ടിലൈസേഷൻ റേഷ്യോ കുറച്ച് നിർത്തുക. ഹൈ യൂട്ടിലൈസേഷൻ ആണെങ്കിൽ അത് വലിയ രീതിയിൽ നമ്മുടെ സ്കോറിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഓൾറെഡി നമുക്ക് ഹൈ യൂട്ടിലൈസേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റ് അവിടെ കുറയുകയും ചെയ്യുന്നുണ്ട്. സോ യൂട്ടിലൈസേഷൻ പിന്നെയും കൂടുകയും നമ്മുടെ സ്കോർ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് യൂട്ടിലൈസേഷൻ കുറച്ച് നിർത്തുക. അതിനുശേഷം മാത്രം കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും ചില കേസിലൊക്കെ സ്കോർ കുറഞ്ഞു എന്ന് വരാം. പക്ഷേ അത് നമ്മളെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുകയില്ല. സ്കോർ കുറഞ്ഞെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്ക് നമ്മൾ ആദ്യം എടുത്ത ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് EMIയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളൊരു 3 to 6 month കറക്റ്റായിട്ട് റീപേ ചെയ്ത് കഴിയുവാൻ നേരത്ത് നമ്മുടെ ഡൗൺ ആയ സ്കോർ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. പഴയ രീതിയിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ ഹിസ്റ്ററിയിൽ റെഡ് ഫ്ലാഗോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം കാർഡ് ക്ലോസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു റെഡ് ഫ്ലാഗ് അല്ല. അത് റെഡ് മാർക്ക് നമ്മുടെ റിപ്പോർട്ടിൽ വരുത്തുകയില്ല. അത് ജസ്റ്റ് കാർഡ് ക്ലോസ്ഡ് എന്ന് മാത്രമേ വരികയുള്ളൂ. സ്കോറിലാണ് മാറ്റം വരുന്നത്. കാർഡ്
കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ആ ഒരു സ്കോർ, കുറയുന്ന സ്കോർ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിപ്പോർട്ടിൽ റെഡ് ഫ്ലാഗ് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതായത് ഡ്യൂ മാർക്ക് വരാതിരിക്കുക, അതുപോലെ തന്നെ സെറ്റിൽമെന്റ് വരാതിരിക്കുക, അങ്ങനെ റെഡ് ഫ്ലാഗ് വരാതിരിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള റെഡ് ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ റിപ്പോർട്ടിൽ വർഷങ്ങളോളം ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം റെഡ് ഫ്ലാഗ് ഒന്നും ഇല്ലാതെ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും പല മാർഗ്ഗങ്ങളിലൂടെയും. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കാർഡ് ക്ലോസ് ചെയ്തപ്പോൾ നിങ്ങളുടെ സ്കോർ കുറഞ്ഞോ ഇല്ലയോ, എത്ര പോയിന്റ് കുറഞ്ഞു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി